ആരാധകർക്ക് നിരവധി സർപ്രൈസുകൾ എപ്പോഴും ഒളിപ്പിച്ചു വെക്കാറുള്ള റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. അതുകൊണ്ടു തന്നെയാണ് ലോകമാകമാനം ഈ ഷോക്ക് ഇത്രയധികം ആരാധകരും ഉള്ളത്. ബിഗ് ബോസിലെ ഏറ്റവും ആവേശം നിറക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് വൈൽഡ് കാർഡ് എൻട്രികൾ. ലോഞ്ചിങ് എപ്പിസോഡിലാണ് ഒരു സീസണിലെ മത്സരാർത്ഥികളെ ബിഗ് ബോസ് ആദ്യമായി പ്രഖ്യാപിക്കുക. ഷോ തുടങ്ങിയ ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ഇപ്പുറം ഹൗസിലേക്ക് മത്സരാർത്ഥികളായി എത്തുന്ന അപ്രതീക്ഷിത എൻട്രികളെയാണ് വൈൽഡ് കാർഡുകൾ എന്ന് വിളിക്കുന്നത്. ആദ്യവാരം മുതൽ എവിക്ഷനും ആരംഭിച്ച ഈ സീസണിൽ 4 വാരം പിന്നിട്ടിട്ടും ഇതുവരെ വൈൽഡ് കാർഡ് എൻട്രികൾ സംഭവിച്ചിട്ടില്ല. എന്നാൽ ഈ വാരം അത് സംഭവിച്ചേക്കുമെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചാരണമുണ്ടായിരുന്നു. 1ഉം 2ഉമല്ല, അതിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് എത്തുമെന്നും അഭിപ്രായ പ്രകടനങ്ങൾ വന്നിരുന്നു. ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാൽ. വൈൽഡ് കാർഡ് പ്രഖ്യാപനം ഞായറാഴ്ച സംഭവിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 1 or 2 പേരല്ല, 6 പുതിയ മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് ഒരുമിച്ച് കടന്നു വരാനിരിക്കുന്നത്. അത് ആരൊക്കെയാവുമെന്ന് അറിയാനുള്ള കൗതുകത്തിലാണ് പ്രേക്ഷകർ ഇപ്പോൾ. 1 മാസത്തെ മത്സരം കണ്ടിട്ടാണ് വരുന്നത് എന്നത് പുതിയ വൈൽഡ് കാർഡുകൾക്ക് മുന്നിലുള്ള വലിയ സാധ്യതയാണ്. എന്നാൽ വൈൽഡ് കാർഡുകളായി എത്തിയവരിൽ തന്നെ വാണവരും വീണവരും മുൻപ് ബിഗ് ബോസ് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങേയറ്റം സംഘർഷഭരിതമായ സീസൺ 6ൽ പുതിയ വൈൽഡ് കാർഡുകളുടെ ഒന്നിച്ചുള്ള കടന്നുവരവ് ഹൗസിനെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഐ ഹോസ്പിറ്റൽ റോഡ്.